ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒന്നൊന്നാന്തരമായിട്ടുള്ള കപ്പ പുഴുങ്ങിയത് മുളക് വറുത്തരച്ച ചമ്മന്തിയുമാണ് റെഡിയാക്കാം. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വേവിക്കാനായിട്ട് പോവുകയാണ്. ചെറുതായി കഴിഞ്ഞ ഉള്ളി, ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് പുളി, കറിവേപ്പില അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തോളൂ, പിന്നെ 20 വറ്റൽമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വറ്റൽമുളക് ഇടുക. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കുക. ഉള്ളി വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് പുളിയും കുറച്ച് തേങ്ങയും ഇട്ടു നന്നായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ച് കൊരുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറു ചൂടിൽ വേണം വറുത്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് ഉപ്പിടുക. ആ മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഉപ്പിടുക. ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറുതായിട്ടൊരു ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ച അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച മുളക് ചട്നി റെഡിയായി കഴിഞ്ഞു. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, തിന്നാൻ പോവുകയാണ്. എൻ്റെ മോനെ കഴിപ്പിക്കുകയാണ്. അവൻ പറയുന്നില്ല ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ഗൈസ്, അടിപൊളി. ഈ ഒരു ചട്നീൻ്റെ ഫ്ലേവർ ഗൈസ് സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു സ്പൈസും ആ ഒരു സോൾട്ടിനെസ്സും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ടച്ച് ചെയ്യുന്നു ഗൈസ്. സൂപ്പർ. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ചട്നി തന്നെയാണ് ഗൈസ്. നമുക്ക് മാങ്ങക്കറിയായിട്ട് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ തേയില വെള്ളം കൂടെ പൊളി ഗൈസ്. മസ്റ്റ് ട്രൈ ദിസ് ഗൈസ്. 10 out of 10. എല്ലാവരും കുക്ക് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം ഗൈസ്.